അപ്പോൾ നമ്മുടെ ചേട്ടന്മാരുടെ പണി തുടങ്ങിയിട്ടാ ഒരു മീനാട്ടണമാണ് ഈ കാണുന്നത്. അല്ലെങ്കിൽ ഈ പുല്ലിൻ്റെ തല്ലിലേക്ക് വല വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം മീനെ ഇങ്ങനെ കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ അടിച്ച് ഒരു മുക്കിക്ക് ഓടിപ്പിക്കണതാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ബാക്കിലത്തെ വലകൾ സെറ്റപ്പൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ അല്ല സ്റ്റാർട്ട് ചെയ്യണേ, ഓപ്പോസിറ്റ് സൈഡിലാണ്. അവിടെ നിന്നാണ് നമ്മൾ മീനെ ആട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ പകുതിക്കൊക്കെ വെച്ചിട്ട് നമ്മൾ വല വയ്ക്കുന്നുണ്ട്. അപ്പോൾ സംഭവം ഫുള്ളായിട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാണെങ്കിൽ നല്ല രസത്തിൽ കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ അവർ ചൂണ്ടാൻ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആട്ടോ. അവിടെ പുല്ലൊക്കെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പുല്ല് എത്രത്തോളം വലിച്ച് ക്ലിയർ ആക്കണോ അപ്പോൾ ആ ഗ്യാപ്പിലൊക്കെ അവർക്ക് വല വയ്ക്കാൻ പറ്റും നൈസായിട്ട്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റായി ഈ ഒരു ഗ്യാപ്പ് ഫുള്ള് ക്ലിയർ ആയിട്ട് കേട്ടോ. എത്രയും ഭാഗം ക്ലിയർ ആവാണ്ട്. അങ്ങനെ നമ്മുടെ ചേട്ടന്മാർ വല മെല്ലെ ഇറക്കി തുടങ്ങിയിട്ടാ. ആ ചേട്ടൻ്റെ കയ്യിലാണ് വല അറ്റം കിടക്കണം. ആൾ മെല്ലെ അടി കൂടെ വലിച്ചുകൊണ്ടിരിക്കുക. ആദ്യത്താണ് മീനാടുന്ന ടെക്നിക്കാട്ടോ. ഇങ്ങനെ കൈ കൊണ്ട് വീശി പിന്നെ കുറേ ചണ്ടി ഇവിടെ പൊങ്ങിക്കെടുക്കുന്നുണ്ട്. അതൊക്കെ ക്ലിയർ ആക്കും വേണം നമ്മൾക്ക്. ഇപ്പോൾ നമ്മുടെ വല വെക്കണ പരിപാടി ഏകദേശം സെറ്റ് ആയിട്ട് കേട്ടോ. നമ്മളപ്പം മീൻ പിടുത്തം കാണാൻ വേണ്ടി ഒരുത്തനോട് ഉണ്ട് കേട്ടോ. പേര് പറഞ്ഞ? ഓക്കെ. ചെക്കൻ ഇന്ന് ലീവ് എടുത്തിട്ട് നമ്മളപ്പം മീൻ പിടുത്തം കാണാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. പോണ വഴി ഇത്തിരി റിസ്ക്കിയാണ്. ചളി ഉണ്ടായിരുന്ന ആ വഴി. ഈ സൈഡിൽ ചളിയില്ല, പോണ വഴിക്ക് ഞങ്ങളുടെ ചളിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കണ്ടത്തിൻ്റെ ആ സൈഡിൽ നിന്നാണ് നമ്മൾ ആദ്യം മീൻ പിടുത്തം സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോണേ. ബാക്കിൽ നമ്മളെ ചോപ്പ് പോലെ ഫുള്ളായിട്ട് വിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വഴി ഒരു മീനും രക്ഷപ്പെടില്ല. ദിക്കാണുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഇറങ്ങാനുള്ളതാട്ടാ. നമ്മളല്ല, ചേട്ടന്മാർ ഇറങ്ങാനുള്ള സ്ഥലമാണ്. ആ അറ്റം വരെ പോകണം നമ്മൾ. അറ്റം വരെ പോയിട്ട് അവിടെ നിന്ന് മീനുകളെ ആട്ടിക്കൊണ്ടെന്നാലാണ് ഇവിടെ നിന്ന് നമുക്ക് മീനെ കിട്ടുള്ളൂ. പക്ഷെ ഇതൊക്കെ ഒരു ചെറിയൊരു ഹിറ്റാച്ച് കൊണ്ട് മാന്താനുള്ള പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിയിൽ നല്ല വേര് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് എന്താ ചെയ്യണമെന്നൊരു പിടുത്തില്ല. എന്തായാലും ഇവരെന്താ ചെയ്യണം നമുക്ക് നോക്കാം. നമ്മുടെ ചേട്ടന്മാർ ഇവിടെ ഇറങ്ങിയിട്ടാ. ഇനി ഇവിടെ നിന്ന് മീനുകളെ ആട്ടണമാണ് ഈ കാണുന്നത്. സംഭവം നല്ല കോമഡി ആയിട്ടുണ്ട്. നല്ല മീനാറ്റിയാണ് പറഞ്ഞത്. നല്ല രസമുണ്ട് കാണാൻ. എന്നാലും കാണാൻ നല്ല രസം കേട്ടോ. ഈ കാളകളൊക്കെ നമ്മൾ ഉഴുതുമണിക്കാൻ കൊണ്ടുപോയില്ലേ, അതിന് പകരം മീൻ സിസ്റ്റം എന്താല്ലേ. പക്ഷെ മീനുണ്ട് കേട്ടോ, നല്ല രീതിക്ക് മീനുണ്ട്. എന്തായാലും മീനെ പിടിക്കുന്ന പറയുന്നുണ്ട്. കാണാം. നമ്മളെ കണ്ടത്തിൻ്റെ വീതി കൂടുന്തോറും ആൾക്കാരുടെ എണ്ണം കൂടുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് എന്തായാലും. കണ്ടോ, അത് വീണ്ടും ഒരാൾ ഇറങ്ങി. അവിടെ ഒരാൾ ഇറങ്ങാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇത് കണ്ടാന്ന് ആരെങ്കിലും പറയൂ. അത്രയ്ക്കധികം പുല്ല് നല്ല ഹൈറ്റിൽ പിടിച്ചിട്ടുണ്ട്. നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് ഈ ചേട്ടൻ നടക്കണ്ട മനസ്സിലാവട്ടാ. സംഭവം ഇത് പാടവും ഇത് കണ്ടാന്ന് ആരും പറയില്ല കേട്ടാ. അവർക്കാണ് നടന്ന് അവരുടെ കാലൊക്കെ കഴിക്കുന്നുണ്ട്. എന്ത് രസത്തിലല്ലേ വരണേ. വെയിറ്റില്ലാത്തവരൊന്നും താവണില്ല കേട്ടോ. ഇവിടെ ഈ ചേട്ടനൊന്നും താവണില്ല, മുക്കിലിരിക്കണ ആള്. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ താഴ്ന്നു വരുന്നുണ്ട്. ഇവിടെ മീനെ ഫുള്ള് ഓടിക്കുകയാണ് എല്ലാത്തിനും. അതവിടെ ഒരാൾ വീണു. മീനെ ഫുള്ള് ഓടിച്ചിട്ട് നമ്മൾ ആശാൻ പോണ ആ ഭാഗത്തേക്ക് എത്തിക്കണം. ആ ഒരു ഗ്യാപ്പിൽ ഇത്തിരി വെള്ളം കാണുന്നുണ്ട്. അവിടെ നിന്ന് തൊട്ട് നമ്മൾ മെയിനായിട്ട് പിടുത്തം തുടങ്ങുന്നതെന്ന് തോന്നണം. അറിയില്ല, നമുക്ക് എന്തായാലും കാണാം. ഒരു കിളിയുടെ കൂടാട്ടോ നിങ്ങൾ കാണുന്ന.
നമ്മളെ ചേട്ടന്മാര് ഇവിടെ വല വയ്ക്കാൻ പോകട്ടാ. അപ്പോൾ അവിടുത്തെ പുല്ലൊക്കെ മാറ്റാണ്. ആ ഒരു ലൈൻ ഇങ്ങനെ ഇടാനുള്ള പ്ലാനാണ്. ആള് വല ക്ലിയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ വല വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതല്ലത് എന്താ പാമ്പാ? ഓക്കെ. അങ്ങനെ നമ്മുടെ ചേട്ടൻ വല മെല്ലെ വലിക്കാട്ടാ. ആളുടെ കയ്യിൽ വല ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ വലിച്ചിട്ട് പോകും. എന്തെങ്കിലും പറയണ്ട? ഒന്നും പറയല്ലേ. ഇങ്ങനെ ഇവിടെ മെല്ലെ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നിരന്ന് വല സെറ്റ് ചെയ്യാട്ടാ. നിരന്ന് വല സെറ്റ് ചെയ്യുക. അവിടെ മേലേക്കുള്ള വല ആളവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ മറ്റേ കമ്പ് വെച്ചിട്ട് വല പൊക്കി വയ്ക്കും. ഇങ്ങനെ വല നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അറ്റം വരെ വല സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ നമ്മൾ വല പൊക്കിയിട്ട് ഹൈറ്റിൽ വയ്ക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചിട്ട് നമ്മളിങ്ങോട്ട് വല കൊണ്ടുവരും. എന്നിട്ട് പൊക്കി വയ്ക്കും. അപ്പോൾ ഒരു ഇങ്ങനെ ഒരു ഇതിൽ വല എടുക്കും. ഈ സൈഡൊക്കെ നമ്മൾ മരയ്ക്ക് നോക്കിയില്ലെങ്കിൽ മീനൊക്കെ ഈ ഗ്യാപ്പിൽ കൂടെ രക്ഷപ്പെടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഉള്ള സെറ്റപ്പാണത്. നമ്മൾ ചെയറൊക്കെ വാരിയിട്ട് ശരിക്ക് ആ ഗ്യാപ്പ് ഫില്ലാക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ വല ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. കെട്ടി വെക്കിട്ടോ നമ്മളിവിടെ. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ എടുക്കുമ്പോൾ മീൻ അഥവാ ചാടാണെങ്കിലും രക്ഷപ്പെടാൻ പറ്റില്ല. ഇതിൻ്റെ മേലേക്ക് ചാടണ മീൻ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ രക്ഷപ്പെടില്ല. അങ്ങനെ നമ്മുടെ ചേട്ടന് ഫസ്റ്റത്തെ മീൻ കിട്ടിയിട്ടാ. ഫസ്റ്റത്തെ മീൻ കിട്ടി. നമ്മുടെ ചേട്ടന്മാർ ഇനി ആ ഭാഗത്തുള്ള വലയ്ക്ക് മീനാട്ടിക്ക് കയറ്റാ. ആ വല പൊക്കുമ്പോൾ നിങ്ങൾ കാണണം മീനുകളെ. ഈ കലം ഒറ്റയ്ക്ക് പറഞ്ഞല്ല, ആള് കടിച്ചു പിടിച്ചിട്ടുണ്ട് കയറ്. കണ്ടോട്ടാ ആ വലയിൽ എത്ര ബ്രാലുണ്ടാവുന്നു. ആ വലയിൽ നല്ല രീതിക്ക് മീൻ മറിയുന്നുണ്ട് കേട്ടോ. ഏത് മീനാണെന്ന് അറിയില്ല. ബ്രാലാവും മിക്കവാറും, അല്ലെങ്കിൽ വാളയാവും. ഏതെങ്കിലും ഒന്നാവും. എന്തായാലും നമുക്ക് കാണാം. ചേട്ടന്മാർ എന്തായാലും മീനെ മെല്ലെ ആട്ടി കയറ്റല്ലേ. ഗൈസ്, ഇവർ ഈ വാട്ടിക്കയറ്റുന്നതിൻ്റെ ഇടയിൽ ആ ഭാഗത്തൊരു നല്ല സൈസും ബ്രാലും പറഞ്ഞത് കേട്ടോ. സൈസും ബ്രാലും നല്ല സൈസും സാധനം ആ പുല്ലിൻ്റെ മേലെ കയറി എടുക്കുന്നുണ്ട്. കാണിച്ചു തരാം. ഇവരെന്തായാലും ഈ ഭാഗത്ത് ഈ വല ലൈനായി നിന്നിട്ട് ഒരുമിച്ച് വെക്കും. ഒരുമിച്ച് വെക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എടുക്കണ മീനൊക്കെ, ഇപ്പോൾ ഈ ആട്ടിക്കയറ്റ മീനൊക്കെ അതിൽ പെടും. ഇപ്പോൾ കാണാം കേട്ടോ. അവളത് വല എടുക്കാൻ വരികയാണ്. രണ്ടുപേര് സൈഡിലും, ഒരാൾ ആ സൈഡിലും കയറും, വല പൊക്കും. കാണിച്ചു തരാം. കണ്ട നല്ല ചാട്ടം ചാടുന്നുണ്ട്. കാണട്ടെ, ക്ലോസ് ചെയ്യുമ്പോൾ കാണാം. ഇതവിടെ മറയണണ്ട പിടിക്കാം. സൈസും അതിൽ മടങ്ങിക്ക് എടുക്കുന്നുണ്ട് ആ ഭാഗത്തായിട്ട്. അവിടെ ചേട്ടൻ നല്ല വല പൊക്കി വരുന്നുണ്ട്. ഇതാ കണ്ട സൈസും സാധനം ഒന്നും പറയല്ല. എത്ര കിലോ ഉണ്ടാവും? എങ്ങനെ പോലും ഇത് രണ്ടുണ്ടാവും. 1.5 2 എന്തായാലും ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ചേട്ടൻ മെല്ലെ വല അടുപ്പിക്കാട്ടാ. കാണാം അവസാനം കാണാം എന്താ ഉള്ളത് കാണാം. അവിടെ പെടഞ്ഞ് പൊളിക്കുന്നുണ്ട്. ബ്രാല് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നല്ല എല്ലാവരും പറയണേ. നമുക്ക് നോക്കാം. അയ്യോ എന്താ ചേട്ടല്ലേ. സൈസും ബ്രാലുണ്ട്. ഉള്ളിൽ ആവശ്യമില്ലാത്ത വേസ്റ്റൊക്കെ നമ്മൾ ആദ്യം എടുത്ത് കളയും. എന്നിട്ടും ബ്രാലിനെ മാത്രം. ചെറുതായി ബ്രാലിയല്ല, എന്റെ പേര് മറ്റൊന്നുമില്ലല്ലോ. ബ്രാലില്ലോ എട്ടെണ്ണായി. 9 അത് കത്തേനെ.
അപ്പോഴും പോയി കണക്ക് എന്തായാലും മദ്യം തരാനുള്ള ഉദ്ദേശില്ല എന്തായാലും അടുത്ത വലയില് എത്ര കിട്ടും? ഇതിന്റെ ബാക്കി വീഡിയോ നമ്മൾ അടുത്ത പാർട്ടിലായിട്ട് കാണിച്ചു തരാം. അപ്പൊ ആ വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോട്ടാ. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.